വലിയ തകർച്ചകൾക്കിടയിലും ഗസ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അസാധ്യമെന്ന് തോന്നിയിരുന്നു എങ്കിലും ഫലസ്തീൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. ദേർ അൽ ബലാഹ് നഗരത്തെ ഇതിനായുള്ള ആദ്യ പരീക്ഷണ കേന്ദ്രമായി അവർ തെരഞ്ഞെടുത്തു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ താരതമ്യേന കുറഞ്ഞ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഇടമായിരുന്നു ഇത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ദേർ അൽ ബലാഹിൽ തുടക്കമായി. ഏകദേശം 70,000 വോട്ടർമാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പഴയ രീതിയിലുള്ള വോട്ടർ പട്ടികയോ രജിസ്ട്രേഷനോ ഒന്നും നടത്താൻ പറ്റുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഫലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫലസ്തീനിയൻ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം 2007 മുതൽ ഹമാസിന്റെ ഭരണത്തിലുള്ള ഗസയെ വെസ്റ്റ് ബാങ്കുമായി രാഷ്ട്രീയമായി ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണിത്. 2006 ശേഷം ഗസയിൽ ഔദ്യോഗികമായി ഒരു തെരഞ്ഞെടുപ്പും നടന്നിട്ടില്ലാത്തതിനാൽ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഹമാസും ഫതഹ് പാർട്ടിയും തമ്മിലുള്ള ആഭ്യന്തര തർക്കങ്ങളും ഇസ്രായേൽ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധവും കാരണം ഗസയിൽ 2 പതിറ്റാണ്ടോളം ജനാധിപത്യം മരവിച്ച നിലയിലായിരുന്നു. തെരഞ്ഞെടുപ്പ് എന്തെന്ന് പോലും അറിയാത്തൊരു തലമുറ പോലും അവിടെയുണ്ടായിരുന്നു. പരമ്പരാഗതമായ രീതിയിലുള്ള പോളിംഗ് ബൂത്തുകൾ ഉപയോഗിച്ചായിരുന്നില്ല അവിടെ വോട്ടെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിനാവശ്യമായ ബാലറ്റ് പേപ്പർ അടക്കമുള്ള സാധനങ്ങൾ ഗസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ അനുമതി നൽകാത്തതായിരുന്നു അതിന് പ്രധാന കാരണം. അതിനാൽ മരപ്പെട്ടി ഉപയോഗിച്ച് ബാലറ്റ് ബോക്സ് തയ്യാറാക്കി. പഴയ വോട്ടിംഗ് സാമഗ്രികളും വാക്സിനേഷൻ ക്യാമ്പുകളിൽ നിന്ന് മിച്ചം വന്ന മഷിയും ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് നടന്നത്. സ്കൂളുകൾ ഭൂരിഭാഗവും തകർന്നു പോയതിനാൽ ടെന്റുകളിലും താൽക്കാലികമായി വിട്ടു നൽകിയ സ്വകാര്യ കെട്ടിടങ്ങളിലുമാണ് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയത്.